വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഉപ്പുമുളകും എപ്പിസോഡ് നമ്പർ 423, അതായത് ഇന്ന് ഇറങ്ങാൻ പോകുന്ന എപ്പിസോഡിൻ്റെ മെയിൻ ഹൈലൈറ്റ്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ ഒരു എപ്പിസോഡിൻ്റെ ഒരു ഫുൾ ലെങ്ത് പ്രോമോ ഇപ്പോൾ ഒഫീഷ്യലായിട്ട് യൂട്യൂബിൽ വന്നിട്ടുണ്ട്. മാത്രമല്ല ഇപ്പോൾ ഈ ഉപ്പുമുളകും ചെറിയൊരു ചേഞ്ചസ് ഒക്കെ വരുത്തിയിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ എപ്പോഴും എപ്പിസോഡ് കഴിയുമ്പോൾ ടി വിയിലൊരു പ്രോമോ ഇടുന്നതായിരിക്കും. ഇപ്പോൾ ആ ഒരു 2 ദിവസമായിട്ട് ഈ ആഴ്ച തുടക്കം തൊട്ട് ആ ഒരു പ്രോമോ അവർ ക്യാൻസൽ ചെയ്തിരിക്കുകയാണ്. ഒരേ ഒരു പ്രോമോ, അതായത് എപ്പിസോഡ് ഇറങ്ങുന്ന ആ ദിവസത്തിൻ്റെ രാവിലെ മാത്രം ഒരു പ്രോമോ മാത്രമാണ് ഇപ്പോൾ അവർ വിട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇപ്പോൾ ആ ഒരു പ്രോമോ വന്നിട്ടുണ്ട്. ആദ്യം ആ ഒരു പ്രോമോയിലോട്ട് പോകാം. പ്രോമോയുടെ തുടക്കത്തിൽ തന്നെ കേശുവും ബാലുവും എല്ലാവരും അമ്പലത്തിൽ പോയിട്ട് കേശുവും ബാലുവും അയ്യപ്പന് മാല ഇടുന്നത് പോലെ കാണിക്കുന്നുണ്ട്. ഒപ്പം പാറുക്കുട്ടി ഇടുന്നുണ്ട്. അപ്പോൾ പാറുക്കുട്ടി എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ബാലുവിൻ്റെ അടുത്തൊരു ഡൗട്ട് ചോദിക്കുന്നുണ്ട്. അച്ഛൻ ബാലുസ്വാമി, അപ്പം ഞാൻ പാറുസ്വാമിയാണോ എന്ന രീതിക്ക് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ബാലു ചിരിച്ചുകൊണ്ട് അതിന് ഉത്തരം കൊടുക്കുന്നുണ്ട്. പാറുസ്വാമിയല്ല, പാറു മാളികപ്പുറം എന്ന രീതിക്ക് പാറുക്കുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. അതിൻ്റെ അടുത്ത സീനിനെ പാറുക്കുട്ടി ഈ ഒരു ഡൗട്ട് നീലുവിൻ്റെ അടുത്തും ഭവാനിയും മൂമ്മയുടെ അടുത്തൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നെ മാത്രം എന്തിനാണ് മാളികപ്പുറം എന്ന് വിളിക്കുന്നത്, ചേട്ടനെ സമയം എന്ന് വിളിക്കുന്നുണ്ട്, അപ്പോൾ എന്നെയും അങ്ങനെയല്ലേ വിളിക്കേണ്ടത് എന്ന രീതിക്ക് പാറുക്കുട്ടി ചോദിക്കുന്നുണ്ട്. അപ്പോൾ നീലു അതിനൊരു മറുപടി കൊടുക്കുന്നുണ്ട്. അതറിയണമെന്നുണ്ടെങ്കിൽ അയ്യപ്പൻ്റെ കഥ അറിയണമെന്ന രീതിക്ക് പാറുക്കുട്ടിയോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നീലു അയ്യപ്പൻ്റെ കഥയൊക്കെ പാറുക്കുട്ടിക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് ഭവാനിയമ്മയും ഒപ്പം ഇരുന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഭവാനിയമ്മ പറയുന്നത് പെട്ടെന്ന് ഒരു സന്യാസി അവിടെ പ്രത്യക്ഷപ്പെട്ടു, എന്നിട്ട് ആ സന്യാസി ആ കുഞ്ഞിന് മണികണ്ഠെന്ന് പേരും ഇട്ടു എന്ന രീതിക്ക് ആ ചരിത്രം മൊത്തമായിട്ട് പാറുക്കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ അടുത്ത സീനിനെ പാറുക്കുട്ടി മാലയിടുന്നതും ബാലുവും കേശുവൊക്കെ മാലയിടുന്നതും പിന്നെ ഇവർ മലയ്ക്ക് പോകാനായിട്ടുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടത്തുന്നതും പാറമട വീട്ടിൽ എന്നൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ എല്ലാവരും ഫുൾ ഫാമിലി എപ്പിസോഡായിട്ടാണ് ഇത് വരാൻ പോകുന്നത്. അവസാനത്തെ ഷോട്ടിൽ എല്ലാവരും ഉണ്ടായിരുന്നു, അതായത് ശങ്കരണ്ണനും കുട്ടൻപിള്ളയും ഭവാനിയമ്മയും അങ്ങനെ ബാലുവും ഫാമിലിയും മക്കളും എല്ലാവരും ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ഫുൾ ഫാമിലി എപ്പിസോഡായിട്ടാണ് ഈ ഒരു എപ്പിസോഡ് വരുന്നത്. കുട്ടൻപിള്ള ഈ ഒരു എപ്പിസോഡിൽ തിരിച്ചു വന്നിട്ടുണ്ട്, അതേപോലെ ശങ്കരണ്ണനും ഈ ഒരു എപ്പിസോഡിൽ തിരിച്ചു വന്നിട്ട് ഭവാനിയമ്മയും ഉണ്ട്. അതോടെ ആ ഒരു പ്രോമോ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൻ്റെ മെയിൻ ഹൈലൈറ്റ് അത് തന്നെയാണ്. കേശുവും ബാലുവും പാറുക്കുട്ടിയും മലയ്ക്ക് പോവുകയാണ്. അങ്ങനെ മാലയിടുന്നതും അയ്യപ്പൻ്റെ ചരിത്രം പറഞ്ഞു കൊടുക്കുന്നതും അങ്ങനെ ഇവർ പോയിട്ട് വരുന്നതൊക്കെ ആയിരിക്കും ഈ ഒരു എപ്പിസോഡിൻ്റെ മെയിൻ ഹൈലൈറ്റ് ആയിട്ട് വരാൻ പോകുന്നത്. സീസൺ 1 ഇതുപോലത്തെ ഒരു എപ്പിസോഡ് ഉണ്ടായിരുന്നു. ഇവരെല്ലാവരും കൂടെ മലയ്ക്ക് പോകുന്നത്. അന്ന് സുരേന്ദ്രനുണ്ടായിരുന്നു, ശങ്കരണ്ണനൊക്കെ പോകുന്നുണ്ടായിരുന്നു. പക്ഷേ ഇതിലിപ്പോൾ ബാലുവും കേശുവും പാറുക്കുട്ടിയും മാത്രം പോകുന്നത് മാതിരിയാണ് പ്രോമോയിൽ കാണിച്ചിരിക്കുന്നത്. ഏതായാലും ഈ ഒരു എപ്പിസോഡ് ഒരു അടിപൊളി എപ്പിസോഡായിരിക്കും എന്നുള്ളത് പ്രോമോയിൽ നിന്ന് തന്നെ വ്യക്തമാണ്. കാരണം ഒരു ഫുൾ ഫാമിലി ആയിട്ട് വരുന്നുണ്ട്. മാത്രമല്ല അധികം കോമഡിക്കെന്നുള്ള വകുപ്പല്ല, സീരിയസ് ആയിട്ട് അയ്യപ്പൻ്റെ ചരിത്രം കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ഒരു എപ്പിസോഡായിരിക്കും ഇത്. ചക്കപ്പഴത്തിലും ഇതുപോലത്തെ ഒരു എപ്പിസോഡ് കഴിഞ്ഞ ആഴ്ച വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേപോലത്തെ ഒരു എപ്പിസോഡ് ഇപ്പോൾ മുളകിലും വരികയാണ്. ഇനി കഴിഞ്ഞ എപ്പിസോഡിൽ പാറുക്കുട്ടി ഉണ്ടായിരുന്നില്ല, പക്ഷേ ഈ ഒരു എപ്പിസോഡിൽ പാറുക്കുട്ടിയാണ് മെയിൻ കഥാപാത്രമായിട്ട് ചെയ്യുന്നതെന്ന് തോന്നുന്നു. പാറുക്കുട്ടിയാണ് മെയിൻ പ്രോമോയിലൊക്കെ തിളങ്ങി നിൽക്കുന്നത്. ഇപ്പോൾ പാറുക്കുട്ടി ഫാൻസിന് ഇതൊരു ആശ്വാസം തന്നെയാണ്. കുറേ നാളുകൾക്ക് ശേഷം പാറുക്കുട്ടിക്ക് നല്ലൊരു റോള് വരുന്ന ഒരു എപ്പിസോഡ് തന്നെയായിരിക്കും ഇത്. ഒപ്പം ശങ്കരണ്ണനും കുട്ടൻപിള്ളി എല്ലാവരും ചേരുമ്പോൾ ഈ എപ്പിസോഡ് ഒരു ഫിൽഡ് എപ്പിസോഡായിരിക്കും എന്നുള്ളത് കൺഫേം ആണ്. നിങ്ങൾ ഈ ഒരു എപ്പിസോഡിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ ഇതുപോലെ ഉപ്പുമുളകും അപ്ഡേറ്റ് അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.